മൊയ്തീന്റെ കാഞ്ചനമാലയോടൊപ്പം ചിലവഴിച്ച് ഇരിങ്ങോൾ ലുക്ക് സ്കൂളിലെ സ്റ്റാഫ് അംഗങ്ങൾ കോഴിക്കോട് മുക്കം BP മൊയ്തീൻ സേവാ മന്ദിർ സന്ദർശനവും കാഞ്ചനമാലയുമായി അഭിമുഖവും സംഘടിപ്പിച്ചു. എന്ന് നിന്റെ മൊയ്തീൻ സിനിമയുടെ പ്രചോദനമായ മൊയ്തീന്റെയും കാഞ്ചനമാലയുടെയും പ്രണയകുടീരം കോഴിക്കോട് മുക്കം BP മൊയ്തീൻ സേവാ മന്ദിർ സന്ദർശനവും കാഞ്ചനമാലയുമായി അഭിമുഖവും ലൂക്ക് സ്കൂൾ സ്റ്റാഫ് അംഗങ്ങൾ മുക്കത്ത് വെച്ച് സംഘടിപ്പിച്ചു. വേറിട്ടൊരു അനുഭവമാണ് ഈ യാത്ര സമ്മാനിച്ചത്. മൊയ്തീന്റെയും കാഞ്ചനയുടെയും പ്രണയം വീട്ടിലറിയുകയും കാഞ്ചനമാല വീട്ടുതടങ്കലിലാവുകയും ചെയ്തപ്പോൾ പരസ്പരം കാണാതിരുന്ന 10 വർഷക്കാലം ഇവർ പരസ്പരം കത്തുകളിലൂടെ പ്രണയിക്കുകയും പിന്നീട് കത്തുകൾ പിടിക്കപ്പെട്ടപ്പോൾ സ്വന്തമായി രണ്ടുപേരും ചേർന്ന് ഒരു കോഡ് ഭാഷ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത അഗാധ പ്രണയത്തെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം കാഞ്ചന പങ്കുവച്ചു. മൊയ്തീന്റെ മരണശേഷം വിധവയായി ജീവിക്കാൻ തീരുമാനിച്ച കാഞ്ചനമാലയെ മൊയ്തീന്റെ ഉമ്മ വീട്ടിലേക്ക് കൊണ്ടുവരികയും പിന്നീട് സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞ കാഞ്ചന മൊയ്തീന്റെ പേരിൽ ലൈബ്രറിയും BP മൊയ്തീൻ സേവാ മന്ദിർ എന്ന സന്നദ്ധ പ്രവർത്തന കേന്ദ്രവും സ്ഥാപിച്ച് നോക്കി നടത്തി. കാഞ്ചനമാല ഇന്നും മുക്കത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് പലർക്കും ഒരു അത്ഭുതമാണ്. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ MK അബ്ദുൽ സത്താർ, മാനേജർ ഇൻചാർജ് ലൗന K കുര്യാക്കോസ്, അഡ്മിനിസ്ട്രേറ്റർ ബുഷ്ര MI, സ്റ്റാഫ് കോർഡിനേറ്റർ ലിഗി വർഗീസ് തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. മൊയ്തീന്റെ അമ്മായിയുടെ മകൾ ജമീല ടീച്ചർ മുക്കത്തെക്കുറിച്ചും ആ കാലത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചും സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.